അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. 2021 കൊറോണയുടെ ആ കെട്ട കാലത്ത് ചക്ക വീണ് മുയൽ ചത്തു എന്ന് കരുതി കേരളത്തിലെ സഖാക്കൾ വിശ്വസിച്ചുറപ്പിച്ച ഒരു കാര്യമുണ്ട്. മൂന്നാമതും പിണറായി സർക്കാർ തന്നെ വരും എന്നുള്ള കാര്യം. പക്ഷേ ഭരിച്ചു മുടിച്ച കേരളത്തിൽ ആത്മാഭിമാനമുള്ള ഒരു വോട്ടറും ഇനി ഈ സർക്കാരിനെ പിന്തുണയ്ക്കില്ല എന്നുള്ള കാര്യം വളരെ വാസ്തവവുമാണ്. കഴിഞ്ഞ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുണ്ടറ എന്ന കൊല്ലം ജില്ലയിലെ മണ്ഡലത്തിൽ CPM-നുണ്ടായിരിക്കുന്ന ഒരു തിരിച്ചടി പോലെ തന്നെ ഇനി അടുത്ത വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി CPM-നുണ്ടാകാൻ പോകുന്ന മണ്ഡലമാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലം. അതായത് കുണ്ടറയിൽ അന്നത്തെ ഫിഷറീസ് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയ്ക്കാണ് തിരിച്ചടി ലഭിച്ചത് എങ്കിൽ ഇത്തവണ ആരോഗ്യമന്ത്രി വീണ ജോർജിനായിരിക്കും തിരിച്ചടി. മേഴ്സിക്കുട്ടിയമ്മ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിനായി കടലിനെ തന്നെ വിറ്റു എന്ന് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ ആരോഗ്യ മേഖലയിലെ നശിപ്പിച്ചതിനും കേരളത്തെ പറഞ്ഞു പറ്റിക്കുന്നതിനുമുള്ള ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും വീണ ജോർജിന് ആറന്മുളയിൽ ലഭിക്കാൻ പോകുന്നത്. UDF-ഉം അതിനുള്ള പണി തുടങ്ങിയിരിക്കുകയാണ്. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്കും നായർ സമുദായങ്ങൾക്കുമെല്ലാം വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ എല്ലാവർക്കും സമ്മതനായ ഒരു യുവ പോരാളിയെയാണ് UDF അഥവാ കോൺഗ്രസ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാണ് അറിയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, പത്തനംതിട്ട ജില്ലക്കാരനായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് പോയി 6 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്തുകാരനായ അബിൻ വർക്കിക്ക് തൊട്ടടുത്ത ആറന്മുളയിൽ ജയിക്കാൻ ഒരു തടസ്സവുമില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം കേരളം മുഴുവൻ പോരാട്ടം നയിക്കുന്ന കർമ്മനിരതനായ ഒരു രാഷ്ട്രീയക്കാരനാണ് അബിൻ വർക്കി. മാത്രമല്ല കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഇത്രയുമധികം നശിപ്പിച്ചു വിട്ട ഒരു മന്ത്രി കേരള ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് പോലും ഇല്ലാത്തൊരവസ്ഥ, ഡോക്ടർമാർ ഇല്ലാത്ത അവസ്ഥ, കാരുണ്യ പദ്ധതി കുടിശ്ശികയായി നിർത്തേണ്ടി വന്ന ഒരവസ്ഥ, അവയവങ്ങൾ പോലും കാണാതാവുന്ന ഇവിടെ. അതിനെല്ലാം അപ്പുറത്ത് ആശാവർക്കർമാർ പറ്റിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്ത ഒരു സന്ദർഭം. ഇത് വീണ ജോർജിനെതിരെ ആഞ്ഞടിക്കാൻ പോകുന്നത് കേരളത്തിലെ സ്ത്രീ സമൂഹമാണ്, സ്ത്രീ ശക്തിയാണ്. അത് മുൻകൂട്ടി മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ വീണ ജോർജിനെ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്താനും CPM ശ്രമിച്ചേക്കും. അപ്പോൾ അതിനേക്കാളും വലിയ പരാജയം സമ്മതിക്കലാകും CPM-നെ സംബന്ധിച്ചിടത്തോളം ആറന്മുളയിൽ എന്ന് നമുക്കറിയാം. അതായത് കോഴഞ്ചേരി താലൂക്കിൽ ഉൾപ്പെടുന്ന പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ആറന്മുള, ചെന്നീർക്കര, ഇലന്തൂർ, കോഴഞ്ചേരി, കുളനട, മല്ലപ്പുഴശ്ശേരി, മെഴുവേലി, നാരങ്ങാനം, ഓമല്ലൂർ എന്നീ പഞ്ചായത്തുകളും തിരുവല്ല താലൂക്കിൽ ഉൾപ്പെടുന്ന ഇരവിപേരൂർ, കോയിപ്രം, തോട്ടപ്പുഴശ്ശേരി എന്നീ പഞ്ചായത്തുകളും ചേർന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് ആറന്മുള എന്ന് പറയുന്നത്. 2016 മുതൽ CPM-ലെ വീണ ജോർജാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ചില സാമുദായിക സമവാക്യങ്ങളിൽ ഉണ്ടായ ഒരു വിജയമാണ് ശിവദാസൻ നായരെ തോൽപ്പിച്ച് ആറന്മുളയിൽ വിജയിച്ചു വരാൻ വീണ ജോർജിനെ പ്രാപ്തമാക്കിയത്. എന്നാൽ അബിൻ വർക്കിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നതോടെ എല്ലാ സമവാക്യങ്ങളും മാറാൻ പോവുകയാണ്. അബിൻ വർക്കി യുവത്വത്തിന്റെ പ്രതീകമായും വികസനത്തിന്റെ പ്രതീക്ഷയുമാണ്. അതിനെല്ലാം അപ്പുറത്ത് ഒരു മനുഷ്യ സ്നേഹിയായും അവിടെ കടന്നു വരാനാണ് സാധ്യത. പത്തനംതിട്ടക്കാർ കണ്ടുമടുത്ത ശിവദാസൻ നായരെ തന്നെയാണ് വീണ 2 തവണയും തോൽപ്പിച്ചത് എന്നോർക്കണം. ആദ്യം 7000-ൽ പരം വോട്ടുകൾക്കാണെങ്കിൽ രണ്ടാമത് 19,000 പരം വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു UDF മണ്ഡലമായ ആറന്മുള തിരിച്ചു പിടിക്കുന്നതിന് യുവമുഖങ്ങൾക്ക് മാത്രമേ സാധിക്കുമെന്ന് ഉറപ്പായതോടെയാണ് UDF അബിൻ വർക്കിയുടെ പേരിന് മുൻതൂക്കം പറയുന്നത്. ഏതായാലും 2016-ൽ മേഴ്സിക്കുട്ടിയമ്മ 30,000-ലധികം വോട്ടിന് രാജ്മോഹൻ ഉണ്ണിത്താനെ തോൽപ്പിച്ച മണ്ഡലത്തിൽ 2021-ൽ അതും മറികടന്ന് PC വിഷ്ണുനാഥ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി കുണ്ടറയിൽ ജയിക്കണമെങ്കിൽ ഉണ്ടായ അതേ MLA വിരുദ്ധ വികാരം ആറന്മുളയിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.